നിസ്സംഗപ്രസംഗൈർ നടൈവതനുതേ നാട്യലീലാം മനോജ്ഞാം യസ്യാം ശാജീവഭേദ വിവിധരസമയ ഭാന്തി മന്ദോരമന്ദേ യോ വാ ദ്വന്ദ്വം വിധായാപ്യഖില സുഖകരാം കേവലാദ്വൈത വിദ്യാം തത്വജ്ഞേഭ്യോ ദദാതി സ്വയമിഹ ഭവതേ ദേവ തസ്മൈ നമോസ്തു. യോ നിസ്സംഗഃ യഹ നിസ്സംഗഃ യഹ ഈശ്വരഃ നിസ്സംഗഃ ഇത്യർത്ഥഃ. നിസ്സംഗഃ പ്രസംഗൈഃ പ്രകർഷേണ സംഗഃ പ്രകർഷ പ്രസംഗഃ തൈഃ പ്രസംഗൈഃ ഇത്യർത്ഥഃ. സംഘസ്യ കോർത്ഥഃ പ്രസംഗസ്യ കോർത്ഥഃ പ്രകർഷേണ സംഗഃ സംഘ ഇത്യർത്ഥഃ ബന്ധഃ ഇത്യർത്ഥഃ. പ്രസംഗങ്ങളെ കൊണ്ട് അതായത് ഈശ്വരൻ നിസ്സംഗനാണ്, അദ്ദേഹത്തിന് ഇതിലൊന്നും തന്നെ ബന്ധമില്ല. അതായത് ഓരോ ദാർശനികന്മാരുടെ അഭിപ്രായമാണല്ലോ. പക്ഷെ പ്രസംഗങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് മായയുമായിട്ടുള്ള ബന്ധങ്ങളെ മനോ എന്ത് ചെയ്യുന്നു? വേഷക്കാരൻ നടനുണ്ടല്ലോ, നടൻ വേഷം കിട്ടിയാൽ ഇപ്പൊ ദാമോദരൻ മണിക്കറോ മാധവൻ മണിക്കറോ അത് ഒരു പോലീസ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ വേറൊരു നായകനോ ആയിട്ട് രംഗത്ത് വന്നാല് നമ്മള് മാധവൻ മണിക്കറായിട്ടോ ദാമോദരൻ മണിക്കറായിട്ടോ അല്ല രംഗത്ത് ജീവിക്കുന്നത്. നമ്മൾ പോലീസ് ഇൻസ്പെക്ടറായിട്ടോ വേറൊരു കഥാപാത്രമായിട്ടോ ആണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ വേഷക്കാരൻ എന്നതുപോലെ ഈ ഈശ്വരൻ പലതും ചെയ്യുന്നു, പലതും പറയുന്നു എന്നർത്ഥമാണ്. പ്രസംഗീർണടൈവതനുതേ നാട്യലീലാം മനോജ്ഞാം. അങ്ങനെയുള്ളതായ ആ പരമചൈതന്യത്തിന്റെ അംശാഹ യസ്യ അംശാഹ യസ്യ ഈശ്വരസ്യ അംശാഹ. അപ്പോൾ ഈശ്വരൻ നടൻ എന്ന പോലെയായിട്ട് അല്ലെ, അതല്ലേ അതിന്റെ ചുരുക്കം? അതെ. അവിടെ വല്ല ആലങ്കാരികമായ പ്രയോഗമാണോ അത്? ആലങ്കാരികത്വം ഉണ്ടാവും, ചിലപ്പം ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ എനിക്ക് ഏകദേശം പറയാറുണ്ട്. ഇപ്പോ എന്തലങ്കാരമാണ് അവിടെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ബാക്കി പറയാൻ ഇവിടെ വേറെ ഉണ്ട്. എന്തലങ്കാരമാണ് അങ്ങ് അവിടെ ഉദ്ദേശിക്കുന്നത്? നട ഈ വാത്ത അനുദേ എന്നുള്ളടത്ത് നടഹ ഇവ സാദൃശ്യല്ലേ അവിടെ പറയുന്നത്? നടൻ എന്ന പോലെ എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ സാദൃശ്യല്ലേ പറയുന്നത്? സാദൃശ്യമാണ്. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഉപമാലങ്കാരോ? അലങ്കാരത്തെ കുറിച്ചുള്ളൊരു ചർച്ചയല്ലല്ലോ അലങ്കാരത്തെ കുറിച്ച് സാഹിത്യ ചർച്ചക്കുള്ളതായ ഒരു സന്ദർഭമല്ല. സാഹിത്യ ചർച്ചക്കുള്ള അവിടെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പോലെ എന്ന് പറയുമ്പോൾ അങ്ങ് ഉദ്ദേശിക്കുന്ന അവിടെ അലങ്കാരം എന്താണെന്ന് എന്റെ ചോദ്യം. അത് നടൻ ഏത് രീതിയിലാണോ അല്ല, അവിടെ എന്ത് അലങ്കാരമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ചോദിക്കും, അത്രേ ഉള്ളൂ. മറ്റേ അതിൽ ലക്ഷണം പറയാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഈ പോലെ എന്ന് പറയുമ്പോൾ ഉപമാലങ്കാരാന്ന് ഒറ്റ തോട്ടത്തിൽ പറഞ്ഞു പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ് കേൾക്കണം, അതിനു വേണ്ടിയാണ്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ പറഞ്ഞിടത്തോളം മനസ്സിലായി. ഞാൻ എന്നെ കൊണ്ടെന്ന് പറഞ്ഞ പോലെ ഉമാലങ്കാരാണെന്നാണ് അങ്ങ് പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങ് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞ എവിടെയായിരുന്നു തീരുമാനം? നിങ്ങൾ പറഞ്ഞാൽ മതി. അയ്യോ, എനിക്ക് അങ്ങനെ തീരുമാനിക്കേണ്ട അർഹതയില്ല. എങ്കിലും ഞാൻ നിങ്ങൾ പറഞ്ഞത് അങ്ങോട്ട് പറയുകയാണ്, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. അല്ല, എനിക്കവിടെ വിയോജിപ്പുണ്ടോ ഇല്ലോ നോക്കാം നമുക്ക്. യോജിപ്പല്ല, വിയോജിപ്പുണ്ട് വിയോജിപ്പാണ് പറയുന്നത്. എനിക്കുണ്ട്. അപ്പൊ ഉപമാലങ്കാരത്തിന് ഇവിടെ ഉപമാന ഉപമയങ്ങൾ വേണം, വേണ്ടേ? ഉണ്ടല്ലോ, ഉണ്ട്. ഉപമാനമുണ്ട്. ഉപമാനാരാണ്? നടൻ അല്ലെ. ഉപമേയമാരാണ്? ഈശ്വരനാണ്. ഈശ്വരൻ. ഇപ്പൊ ധർമ്മമല്ലോ ഞാൻ കേസ് പറഞ്ഞിട്ടില്ല, അത്ര പറഞ്ഞു വെച്ചതേയുള്ളൂ. ഇപ്പൊ ഉപമാനോപമേയങ്ങള് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി പിന്നെ അങ്ങ് മറ്റു വല്ല പറഞ്ഞു തന്നാൽ ഞാനത് സമാധാനിക്കാം, അത്രേ ഉള്ളൂ. ഈ ഉപമാനം അധിക ഗുണമുള്ളതും ഉപമേയം ന്യൂന ഗുണമുള്ളതും ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഒരു ന്യായവും ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ പറഞ്ഞ തീർച്ചയല്ലോ. ഇവിടെ ഇപ്പോ ഈശ്വരൻ ഉപമേയവും നടൻ ഉപമാനവുമാണ്. ഇപ്പൊ ഈശ്വരനേക്കാൾ അധിക ഗുണം നടന് എന്തായാലും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഒരുപാട് കാലായില്ലേ കാണി കേൾക്കുകയല്ലേ ചെയ്യുന്നത്.
ഒരുപാട് കാലായില്ലേ. നമ്മൾ എന്ത് സംസാരിക്കുമ്പോ അതിന്റെ അത്തരിയും മനസ്സിലാവും ഇത്തരിയും ഇപ്പൊ നടുക്ക് കൂട്ടി വായിക്കാൻ പറ്റി പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊരു സ്വഭാവം. നിങ്ങൾക്ക് അങ്ങനെ കൂട്ടി വായിക്കേണ്ടതായ ഇതുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അതില്ല. എനക്ക് പറയാനില്ല, ഞാൻ പറഞ്ഞു. അതെ, എനിക്ക് പറയാൻ ഞാനും പറഞ്ഞു.